പാലാ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസം രേഖപ്പെടുത്തിയ വിഷയത്തിൽ തങ്ങളോട് ആലോചിച്ചില്ല എന്ന ഫ്രാൻസിസ് ജോർജ് എംപിയുടെ പ്രതികരണം വേദന ഉളവാക്കിയതായി കൗൺസിലർ ബിജു മാത്യൂസ്. ഈ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ കക്ഷി, അതായത് കേരള കോൺഗ്രസ്, അവരാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയത്. അവരുടെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കി. കാരണം ഈ എം പിക്ക് വേണ്ടിയിട്ട്, അതുപോലെയുള്ള ഇവിടെ എം പിക്കും എം എൽ എക്കും ഒക്കെ വേണ്ടി ഇവിടെ കോൺഗ്രസ്സുകാരാണ് ബൂത്തിലിരുന്ന് അഹോരാത്രം ഈ പണിയെടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എതിരെ ഒരു പ്രതികരണം കേരള കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇവർ ഫ്രാൻസിസ് ജോർജ് എംപിയോട് ആലോചിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിരുന്നോ? ഇത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ലേ? ഇവിടെ ഉണ്ടായ ഒരു കാര്യം, ആദ്യമായിട്ട് അവിശ്വാസം പറഞ്ഞത് ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണാണ്. കാരണം ഒരു കൗൺസിലർക്കെതിരെ, ആദ്യമായിട്ട് വന്ന കൗൺസിലറാണ്. അപ്പോൾ ആ കൗൺസിലർക്കെതിരെ ഇവർ ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പരാതി പാലാ മുനിസിപ്പാലിറ്റിയിൽ മോഷണ പരാതി കൊടുക്കുമ്പോൾ ആരോടെങ്കിലും ആലോചിച്ചിരുന്നോ? അന്ന് ഫ്രാൻസിസ് ജോർജ് എം പിയോട് ആലോചിച്ചിരുന്നോ? എന്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് എം പി അവരോട് ഈ വിഷയം പറയുന്നില്ല? ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചെന്നോ ആലോചിച്ചില്ലെന്നുള്ള മറുപടി അദ്ദേഹം ഈ വിഷയത്തിലെല്ലാം പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, അവിശ്വാസം ആദ്യം അവരാണ് പറഞ്ഞത്. ആ അവിശ്വാസം വന്നപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് കോൺഗ്രസ് ഒന്നടങ്കം, പാലായിലെ കോൺഗ്രസ് ഒന്നടങ്കം മണ്ഡലം കമ്മിറ്റി കൂടി ഈ പിന്തുണ പിൻവലിക്കുന്നു എന്ന് അറിയിച്ചത്. അത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളതുള്ളൂ, ഞങ്ങളുടെ നേതാക്കൾ ഏത് കാര്യം ചെയ്യണമെങ്കിലും ഫ്രാൻസിസ് ജോർജ് എം പിയോട് ആലോചിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് ശരിയായില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ്. ഈ പ്രസ്താവന അദ്ദേഹം തിരുത്തണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തള്ളി പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം ഈ വിധത്തിലൊരു അവിവേകമാണ് കാണിച്ചത്. കാരണം എന്നും അദ്ദേഹത്തിനോടൊപ്പം, UDF-നോടൊപ്പം, ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന പ്രവർത്തകരാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ബൂത്തിലിരുന്ന് കോൺഗ്രസ്സിൽ അടിയുറച്ച് കയറി വന്നവരാണ്. അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ആദ്യം ഇവിടെ ഞങ്ങൾ ജയിച്ചു വന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. അത് വെച്ച് ഞങ്ങളെ അദ്ദേഹം വിലയിരുത്തത് ശരിയായില്ല. വ്യക്തിപരമായിട്ട് പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് എം പിക്ക് എന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം ആ വിവരം കൂടി ഈ അവസരത്തിൽ തുറന്നു പറയണം. തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത സംഭവത്തിൽ എം പിയോട് ആലോചിച്ച ശേഷമായിരുന്നോ കേസ് കൊടുത്തതെന്നും ബിജു ചോദിച്ചു. അതിന് എം പി മറുപടി പറയണം. ആദ്യം അവിശ്വാസം പറഞ്ഞത് ചെയർപേഴ്സണാണ്. എം പിക്കും എം എൽ എക്കും വേണ്ടി ബൂത്തുകളിൽ അഹോരാത്രം പണിയെടുത്തത് കോൺഗ്രസുകാരാണ്. എം പിയുടെ പ്രസ്താവന തിരുത്തണമെന്നും ബിജു ആവശ്യപ്പെട്ടു.